ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നഴ്സറിയിലെത്തിയത് കുറച്ച് വേഗമാണ് കേട്ടോ. കുട്ടികളെന്തോ റൈംസ് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സിസ്റ്റർ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ 12 മണിയായപ്പോഴത്തേന് പള്ളിയിൽ മണിയടിച്ചു. കുട്ടികൾ പ്രാർത്ഥനയും തുടങ്ങി കേട്ടോ. എന്ത് രസമല്ലേ കുട്ടിക്കാലം. കൊച്ചു തിരിഞ്ഞു നോക്കുന്നത് ഞാൻ വന്നിട്ടുണ്ടോ എന്നാണ് കേട്ടോ. ഞാനൊരിത്തിരി വൈകിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വേഗം വന്നത്. ഇന്നലെ ഇച്ചിരി വൈകിയപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായിട്ടുണ്ടായിരുന്നു കേട്ടോ കൊച്ചിന്. അപ്പോൾ ഒരു സംശയം കൊണ്ട് കൊച്ചിനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ പഠിക്കുമ്പോഴും കളിക്കുമ്പോഴും മമ്മിയുടെ ഓർമ്മ വരാറുണ്ടല്ലേ എന്ന്. അന്നേരം കൊച്ചു പറയും, ഏയ് അപ്പോഴെങ്ങും മമ്മിയുടെ ഓർമ്മ വരാറില്ല, പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോഴാണ് മമ്മിയുടെ ഓർമ്മ വരിക എന്ന്. അങ്ങനെ സിസ്റ്ററിനും കുട്ടികൾക്കും ബായും പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. കാലത്തെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ചിക്കനാണ്, ഇതുവരെ ഐസ് വിട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്ത് കറി ഉണ്ടാക്കും? അങ്ങനെ നോക്കുമ്പോഴാണ് കോവയ്ക്ക ഇരിക്കുന്നതാണ്ടത്. ഫ്രിഡ്ജിനകത്ത് ചിക്കൻ തിരിച്ചു വെച്ച് ഞാൻ കോവയ്ക്കയും കടലയും കൂടെ വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് കടുകും ഇട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോഴത്തേനും വറ്റൽമുളകും വെളുത്തുള്ളിയും കരിയാപ്പലയും ഇട്ട് ഒരു ചെറിയ ഉള്ളിയും കൂടെ മുറിച്ചിട്ടു. അത് നന്നായിട്ട് വാട്ടിങ്ങെടുത്തു. അത് വാടി വന്നപ്പോഴത്തേനും കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഇട്ടിട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇതിനെ നന്നായിട്ട് വാട്ടിയങ്ങെടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വാട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. തേങ്ങയിലോട്ട് മസാലയൊക്കെ പിടിച്ചു വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് ബെല്ലവും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ബെല്ലത്തിൻ്റെ പൊടിയായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തത്. അത് നന്നായിട്ട് ഉരുകിയൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് ഉപ്പും കൂടി ഇട്ടു. കടലയും കോവയ്ക്കും വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പും മഞ്ഞളും. പിന്നെ മസാലയിലോട്ട് കടലയും കോവയ്ക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുത്തു. അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോഴത്തേനും അടിപൊളി കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉണക്കമീൻ്റെ ചമ്മന്തിയും കൂടി ഉണ്ടാക്കി. ഹാ സൂപ്പർ. ചമ്മന്തി ഒന്ന് താളിച്ചെടുത്താലോ എന്ന് വിചാരിച്ച് അതിനൊന്ന് താളിച്ചും കൂടി എടുത്തു കേട്ടോ. ഉണക്കമീൻ വറുത്തെടുത്തപ്പോൾ മണം വന്നപ്പോൾ കൊച്ചു പറഞ്ഞു, എനിക്കിത് വേണ്ട മമ്മി, വല്ലാത്ത സ്മെല്ലെന്ന്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ റെഡിയായി. കോവയ്ക്കും കടലയും ഇട്ട തോരനും ഉണക്കമീൻ്റെ ചമ്മന്തിയും കുറച്ചും കൂടെ ആഡംബരത്തിന് അച്ചാറും കൂടി ചേർന്നപ്പോൾ അടിപൊളി. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണക്കമീൻ ചമ്മന്തിക്കകത്തുണ്ടായിരുന്ന മീനൊക്കെ ആരോ കട്ടോണ്ട് പോയി. സ്മെല്ലടിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് രുചിച്ചുമൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂളിലോട്ട് പോയി. ഭയങ്കര മഴയാണ് കേട്ടോ. കുറച്ച് ദിവസമായി നല്ല മഴയാണ് കേട്ടോ, വെയിലേ കണ്ടിട്ടില്ല. അങ്ങനെ വണ്ടികൾ തമ്മിലുള്ള കുശലം പറിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും കാലത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അരിയും ഉഴുന്നും കൂടെ അരച്ചിങ്ങെടുത്തു. നാളത്തേക്ക് ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇനി 2-3 ദിവസത്തേക്ക് യാതൊരു ടെൻഷനും ഇല്ല. അങ്ങനെ ഇന്നത്തെ അടുക്കളപ്പണിയൊക്കെ തീർന്നു കിട്ടി. ഇനി രാത്രിത്തേക്ക് കറിയൊന്ന് ചൂടാക്കി കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.